കൂട്ടുകാരെ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ 4 മണിയായപ്പോ ഞാൻ ഉറക്കം തിരിഞ്ഞു കേട്ടോ. നേരത്തെ എണീറ്റേക്കാന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലാം വെച്ച് തന്നെ എണീറ്റതാ. നമുക്കിന്ന് കുറേ ജോലികൾ ചെയ്യാനുണ്ട്, കുറേ കൊറിയർ വിടാനുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു രാവിലെ എണീറ്റ് ഒരുങ്ങുവാണോ കേട്ടോ. ഇത് നമ്മുടെ ഒരു കൊച്ചു കൊച്ചു സന്തോഷമല്ലേ, നമ്മുടെ കുഞ്ഞു ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നന്നായിട്ട് ഒരുങ്ങുക, ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇടുക, അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയുന്നതാണ് എന്റെ ഒരു സന്തോഷം കേട്ടോ. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്റെ കണ്ണും എന്റെ ചുണ്ടും കണ്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചുണ്ടും എന്നെ ഉറങ്ങാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം അല്ലെ? മെസ്സേജ് വായിച്ചപ്പോ എനിക്ക് ചിരി വന്നു കേട്ടോ. എന്തായാലും ഒരാൾക്ക് ഉറക്കം നഷ്ടപ്പെടാൻ മാത്രം ഒരാളെ പ്രലോഭിപ്പിച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ കണ്ടിരുന്നതും ചുണ്ട് ലിപ്സ്റ്റിക് ഇടുന്നതും ആ രീതിയിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കൊച്ചു ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ തന്നെ ലിബാമാണ് ഇത് കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ ചുണ്ടൊട്ടും പൊട്ടാതിരിക്കും, പ്ലംബ് ആയിട്ടിരിക്കും. പ്ലെയിൻ ലിബാം രാത്രി കിടക്കുമ്പോൾ ഞാൻ തേച്ചിട്ട് കിടക്കുക. രാവിലെ നമ്മൾ ഇതുപോലെ കുറച്ച് പിങ്ക് ലിബാമോ അല്ലെങ്കിൽ റെഡ് ലിബാമോ അങ്ങനെ ഏതെങ്കിലും ഇടും, ഇടുന്ന ഡ്രസ്സിന്റെ ഒരു രീതിക്ക് അനുസരിച്ച്. അങ്ങനെയാണ്. ഇനി ഒരു പൊട്ടൊക്കെ കുത്തിയേക്കാം അല്ലെ, അങ്ങനെ ഇരിക്കട്ടെ അല്ലെ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത്, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഞാൻ അങ്ങനെ ഇപ്പൊ കുറേ നാളുകളായിട്ട് ചെയ്യാറുണ്ട്. ഭയങ്കര മനസന്തോഷം കൂടും, ശരീരത്തിന് ഭയങ്കര ആയാസക്കുറവും, നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര സന്തോഷം തോന്നും. അതിന്റെ ശാസ്ത്രീയത ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരികയും ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് കൊറിയർ പാക്ക് ചെയ്യണം. അങ്ങനത്തെ എല്ലാം കൂടെയാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് കേട്ടോ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാട്ടോ. ശരിയാണ്, ചില മനുഷ്യർക്ക് ചില മനുഷ്യരോട് വളരെ പെട്ടെന്ന് ഒരു കണക്ഷനും ഒരു അട്രാക്ഷനും ഒക്കെ തോന്നൂല്ലേ. നമുക്ക് ചില പാർട്ടികളായിരിക്കും ചിലരുടെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുക അല്ലെ. ഞാനിപ്പോ പുറമെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലേഡീസിൽ ശ്രദ്ധിക്കുന്ന അവരിടുന്ന ഡ്രസ്സും പിന്നെ അവരുടെ മുടിയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മുടിയും അതുപോലെ ഡ്രസ്സിങ് രീതികളും, എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഫീമെയിൽസിനെ കാണുകയാണെങ്കിൽ. ആണുങ്ങൾ കാണുകയാണെങ്കിൽ ഞാനിപ്പോഴും ശ്രദ്ധിക്കുന്നത് അവര് വാച്ച് കെട്ടുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ, കൈ വിരലുകളും വാച്ച് കെട്ടുന്ന ഏരിയ, പിന്നെ കഴുത്ത്, അങ്ങനെയൊക്കെ. നമുക്കിപ്പോ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു മെയിലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ കഴുത്തും അതുപോലെ തന്നെ ഇത്തരം വാച്ച് കെട്ടുന്ന ആ പാർട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയിൻ ഒക്കെ ഇടുന്ന ആ പാർട്ട്, അങ്ങനെ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ പാർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള, അങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നിയ ഒരു ഭംഗിയുണ്ടല്ലോ, അങ്ങനെ എന്നെ അട്രാക്ട് ചെയ്യുന്ന പാർട്ടുകൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പൊ ഓരോ മനുഷ്യർക്കും ഓരോരോ രീതികളല്ലേ. ചിലർക്ക് കണ്ണ്, ചുണ്ട്, മൂക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും, ചിലർക്ക് അങ്ങനെ മറ്റെന്തെങ്കിലും ആയിരിക്കും. പുറത്ത് മഴ തകർത്ത് പെയ്യുവാണ് കേട്ടോ. ഇന്നലെ മുതൽ തോരാത്ത മഴയാണ് കേട്ടോ. രാത്രി മുഴുവനും മഴയായിരുന്നു. നല്ല രസമാണ് മഴയുടെ സൗണ്ട് ഒക്കെ കേട്ട്. കാറ്റും ഭയങ്കര ബഹളമൊന്നും ഇല്ലെങ്കിൽ നല്ല രസമാണ് മഴയുടെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ നമുക്ക് റൂമിൽ കിടന്നുറങ്ങാനും. പുറത്ത് ഇതുപോലെ ചെടികൾ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക സൗണ്ടും ഒരു പ്രത്യേക ആംബിയൻസും ആണ് അത് കേട്ടോ. ഇതിപ്പോ ഞാൻ രാവിലെ എണീക്കുമ്പോൾ മുതൽ കണ്ണ് തുറക്കുമ്പോൾ പോലെ ബെഡ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാട്ടോ. ഇപ്പൊ ഞാൻ എണീറ്റ് ഒരുങ്ങിയിട്ടൊക്കെ വന്ന് കിടക്കുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുമ്പം ശരീരത്തിൽ കുറെ ഹോർമോണുകൾ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും. അത് നാച്ചുറൽ പെയിൻ കില്ലറാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ വേദന കുറയ്ക്കാനും നമ്മുടെ മനസ്സിന്റെ സന്തോഷം കൂട്ടാനും അത് സഹായിക്കും. പിന്നെ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ. അപ്പൊ പ്രചോദനവും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും അത്. പിന്നെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും. അപ്പൊ അത് മാനസിക സമാധാനത്തിന്, സന്തോഷത്തിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ രാവിലെ സ്ട്രെച്ചിങ് ചെയ്യാതെ അതൊക്കെ നഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം, സമാധാനം. അപ്പൊ ഒരു പുഞ്ചിരിയോടുകൂടി നമുക്ക് രാവിലെ എണീറ്റ് സമാധാനത്തോടെ, മനസ്സിൽ സന്തോഷത്തോടെ ജോലികളൊക്കെ ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും പറ്റുകയും ചെയ്യും. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ കാണിച്ചു തരാം. രാവിലെ ഇങ്ങനത്തെ സ്ട്രെച്ചിങ് എന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ശരീരത്തോട് പറയുന്ന ഒരു സ്നേഹ സന്ദേശമാണ്. ശാന്തമായി ഉണരൂ, ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള സന്ദേശമാണ് നമ്മള് ബ്രെയിന് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്റ്റീവ് ആകുക. അതായത് റെസ്റ്റും ഡൈജസ്റ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആയിരിക്കും ഉണർന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ പേശികളിൽ നിന്ന് ലക്ഷക്കണക്കിന് നാഡീകോശങ്ങൾ തലച്ചോറിലേക്ക് പോകുന്നു. നാഡീകോശങ്ങളല്ല, നാഡീ സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് പോകുന്നു. തലച്ചോറ് ശരീരത്തോടൊപ്പം പറയും, ഇനി വിശ്രമം കഴിഞ്ഞു, ഇനി രാത്രിയിൽ നമ്മളിപ്പോ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഒരു വിശ്രമാവസ്ഥയിലായിരിക്കുമല്ലോ. ഈ സമയത്ത് നമ്മുടെ പേശികൾ, അതായത് മസില് കുറച്ച് മുറുകി വരും. പിന്നെ സന്ധികള്, ജോയിന്റ് ഒക്കെ അധികം ചലിക്കാത്തതിനാൽ കട്ടിയായിട്ടും തോന്നും. പിന്നെ ചോരയോട്ടം, ബ്ലഡ് സർക്കുലേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉണർന്ന ശേഷം ശരീരം വീണ്ടും സജീവമാകാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ സ്ട്രെച്ചിങ് ഈ മാറ്റം വളരെ മൃദുവായി സംഭവിക്കാൻ സഹായിക്കും. അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു, സ്ട്രെച്ച് ചെയ്യുമ്പോൾ പേശികൾ നീളുകയും ചുരുങ്ങുകയും ചെയ്യുന്നു.
ഇത് അവിടേക്കുള്ള ഈ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതൽ ഓക്സിജൻ നമ്മുടെ മസിലിലെത്തും. പിന്നെ കോശങ്ങൾക്ക് ഊർജം ലഭിക്കും. പിന്നെ ശരീരം വേഗത്തിൽ ഉണർന്നതായിട്ട് നമുക്ക് തന്നെ ഒന്ന് അനുഭവപ്പെടും. അപ്പൊ പേശികളുടെ ഒരു കാഠിന്യം കുറയുമെന്നാണ് ചുരുക്കം. അപ്പൊ രാത്രി മുഴുവൻ ഒരേ നിലയിൽ കിടക്കുന്നതിനാല് പേശികൾ മുറുകി പോകുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പേശികളെ ഒന്ന് മൃദുവാക്കി വേദനയും മുറുക്കവും കുറച്ച് ചലനശേഷി, അതായത് ഒരു ഫ്ലെക്സിബിൾ ആകാനുള്ള ആ ഒരു കാര്യം ഒന്ന് മെച്ചപ്പെടുത്തും. അതുകൊണ്ടാണ്. പിന്നെ സന്ധികളെ സംരക്ഷിക്കും. കാരണം നമ്മുടെ കയ്യ്, കാല്, കഴുത്ത്, നെഞ്ച് എന്നിവയൊക്കെ സാവധാനം ചലിപ്പിക്കുമ്പോൾ സന്ധികളിലെ സ്വാഭാവിക ലൂബ്രിക്കേഷൻ, അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നുണ്ട്, അത് കൂടുതൽ സജീവമാകും, കൂടുതൽ ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് സന്ധികൾ എളുപ്പത്തിൽ ചലിക്കും, പരിക്ക് പറ്റാനുള്ള സാധ്യത കുറയും. രാവിലെ മുതൽ പിന്നെ നമ്മൾ ഓടിയാടുന്ന എന്തോ ഒരു ജോലി ചെയ്യാനുള്ളതാ. അപ്പം നമുക്ക് ഉരുണ്ട് വീണും വരണ്ട് വീണും അല്ലെങ്കിൽ മുറുക്കം പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു രീതിക്കൊക്കെ ഉള്ള പരിക്ക് പറ്റാനുള്ള സാധ്യത കുറയും. പിന്നെ നാഡീ വ്യവസ്ഥയെ ഉണർത്താൻ വേണ്ടി സ്ട്രെച്ചിങ് ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ. അതായത് സ്ട്രെച്ച് നമ്മൾ ചെയ്യുമ്പോൾ പേശികളിൽ നിന്നുള്ള സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് പോകുന്നുണ്ട്. ഇതിലൂടെ ശരീരം ഇപ്പോൾ എഴുന്നേറ്റ് പ്രവർത്തിക്കാനുള്ള സമയമാണ് എന്ന് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നു. പിന്നെ ഏകാഗ്രതയും ഉണർവും വർദ്ധിക്കും. ഭയങ്കര ഒരു സന്തോഷമൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഇങ്ങനെ നെഞ്ച് തുറന്ന് സ്ട്രെച്ച് ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും. അതെന്തിനാണെന്നറിയോ? ഞാനത് കാണിച്ചു തരാം കേട്ടോ. എഴുന്നേറ്റിരിക്കുമ്പോ നമ്മളിങ്ങനെ ഇരുന്ന് നെഞ്ച് തുറന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ശ്വാസകോശം കൂടുതൽ വികസിക്കാൻ സഹായിക്കും. പിന്നെ ആഴത്തിലുള്ള ശ്വാസം എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ലഭിക്കും. പിന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി സ്ട്രെച്ചിങ് ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ. കാരണം സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ശരീരത്തിലെ ഫീൽ ഗുഡ് ഹോർമോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതായത് എൻഡോർഫിനുകൾ പോലുള്ളവ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് ശാന്തമാകും, ദിവസം മുഴുവൻ ജോലി കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്യാൻ തോന്നും. പിന്നെ ഇങ്ങനെ കാലുകൾ ഉയർത്തും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അത്തരം വ്യായാമം ചെയ്യുമ്പോൾ കാലുകളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് മടങ്ങാൻ സഹായിക്കും. പിന്നെ അരയും വയറുമുള്ള പേശികളിൽ സാവധാനം സജീവമാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെ ഞാൻ കിടന്നോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പരിപാടി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് ഇട്ടിട്ട് അപ്പൊ നമ്മുടെ ആ ഒരു ക്രാക്ക് ഫയർ അത് സജീവമാകും കേട്ടോ. അപ്പൊ എന്നിട്ട് നേരെ മൊബൈൽ എടുക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇങ്ങനെ മൊബൈൽ എടുത്ത് രാവിലെ തന്നെ നോക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ എന്റെ ഒരു ദുശീലമാണത് കേട്ടോ. അപ്പൊ ഞാൻ അതിൽ മെസ്സേജ് ഒക്കെ നോക്കും. അപ്പൊ ഞാൻ പറയാറില്ലേ, എനിക്ക് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ 3-4 പേര് എനിക്ക് മെസ്സേജ് വിടുന്നു, അവർക്കെല്ലാം റിപ്ലൈ കൊടുക്കും. ഒരു പേഴ്സൺ ഉണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് എനിക്കിങ്ങനെ എന്നെ മാഡ്ലി ഡീപ്ലി ലവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് വിടുന്നത് കേട്ടോ. ഓക്കെ, ആ കക്ഷി എനിക്ക് എല്ലാ ദിവസവും രാവിലെ നല്ല മനോഹരമായ പാട്ടുകൾ അയക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആ പാട്ടുകൾ കേട്ടോണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറെ ഓർഡർ എടുക്കാനുണ്ടാവും, ഞാൻ പിന്നെ നോക്കുള്ളൂ. അപ്പൊ ആ മെസ്സേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പാട്ട് അങ്ങ് ഓണാക്കും കേട്ടോ. അപ്പൊ ആ പാട്ട് കേട്ടോണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരി നമ്മുടെ മനസ്സിൽ വിരിയുന്നുണ്ട് കേട്ടോ. അതെന്റെ ഹീലിംഗ് പ്രോസസ്സിനെ ഒന്നുകൂടി എളുപ്പമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം പാട്ടുകളൊക്കെ കേൾക്കുന്നത് ആ രീതിക്ക്. ഓക്കെ, അങ്ങനെ ആ പാട്ട് ഓണാക്കി ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള എക്സസൈസ് ഒക്കെ തുടങ്ങാം. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. ഇന്നത്തെ പാട്ടും കേട്ടോണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് ഡീപ്പായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. എന്തായാലും ഇത്തരം പാട്ടുകൾ എന്നിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പുഞ്ചിരിയോട് കൂടി എനിക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം, കൂടെ എക്സസൈസും ചെയ്യാം.
നീ എന്നിൽ അമൃതവർഷമായി കൺമുന്നിൽ നീ വന്ന നേരം ലോകം നിശ്ചലമായി നിന്നു. മഴയുടെ ഈണം പോലെ നിന്റെ ചിരി എന്നിൽ കേട്ടു. കാത്തിലുലയുന്ന നിൻമുടിച്ചുരുളിൽ എന്റെ ഓർമ്മകൾ കുടുങ്ങിക്കിടപ്പൂ. ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി തനിമയിൽ എന്റെ സങ്കടങ്ങൾ അലിഞ്ഞു പോകൂ. നിന്റെ ഈ കാൽച്ചിലമ്പൂച്ച കേൾക്കാൻ എന്റെ ഹൃദയം തുടിച്ചുകൊണ്ടേയിരിപ്പൂ. കൺമുന്നിൽ നീ വന്ന നേരം ലോകം നിശ്ചലമായി നിന്നു. മഴയുടെ ഈണം പോലെ നിന്റെ ചിരി എന്നിൽ കേട്ടു. ഇനിയുള്ള ജന്മങ്ങൾ മുഴുവൻ നിന്റെ നിഴലായി നടന്നിടാം ഞാൻ. കണ്ണിലെ കരിമഷി തിളക്കത്തിൽ നമ്മുടെ പ്രണയകഥ എഴുതിടാം ഞാൻ. മായാതെ മറയാതെ നീ എന്നും എന്റെ നെഞ്ചിലെ താളമായിരിക്കൂ. കൺമുന്നിൽ നീ വന്ന നേരം ലോകം നിശ്ചലമായി നിന്നു. മഴയുടെ ഈണം പോലെ നിന്റെ ചിരി എന്നിൽ കേട്ടു. കൺമുന്നിൽ നീ വന്ന നേരം ലോകം നിശ്ചലമായി നിന്നു. മഴയുടെ ഈണം പോലെ. കേട്ടോ. ഇപ്പൊ രാവിലെ സ്ട്രെച്ചിങ് എന്നത് ശരീരത്തെ ബലമായി ഉണർത്തുന്ന ഒന്നായിട്ട് കണക്ക് കൂട്ടരുത്. ഉറക്കത്തിൽ നിന്ന് ഓരോ പേശിയെയും ഓരോ സന്ധ്യയെയും ഓരോ നാടെയും സ്നേഹത്തോട് വിളിച്ചുണർത്തുന്ന ഒരു ശാസ്ത്രീയ രീതി. അങ്ങനെ ഓർക്കാവുള്ളൂ. എന്നിട്ട് കുറച്ചു നേരം എണീറ്റ് വെക്കുക. സഡൻലി നടക്കരുത്. അങ്ങനെ പെട്ടെന്ന് ചാടി എണീറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് നോർമൽ ആയിട്ട് സ്പൈക്ക് ചെയ്യുന്ന രീതിയാണ്. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ തലകറക്കം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ വീണ് പോകും, വലിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാവാം. അങ്ങനെ സഡൻലി ചാടി എണീറ്റ് നടക്കരുത്. ഒന്ന് നിന്ന് റിലാക്സ് ആയിട്ട് പതുക്കെ നമ്മൾ പിന്നെ മൂവ് ചെയ്യുക, ആ രീതിക്ക് ചെയ്യുക. നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് പൂത്തു തുടങ്ങിയ ജാഡുവേ എന്ന് പറയുന്നത് തീജ്വാല പോലെ ഒരു പുതിയ ചെടിയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കണ്ടാലും കൊതി മാറത്തില്ല. ഒരാളിവിടെ പുറത്തുള്ള മഴ കാണലും പ്രകൃതി കാണലും മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങി കേട്ടോ. ഇതിനെ കാണുമ്പോൾ നമുക്ക് വാരി എടുക്കാൻ തോന്നും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നേരെ കിച്ചണിലേക്ക് പോകും. അപ്പോഴത്തേക്കും പശുക്കുഞ്ഞും അതുപോലെ പൂച്ചക്കുഞ്ഞും എന്റെ കൂടെ കിച്ചണിലേക്ക് പോരും കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയുള്ള ലോകമാണ്. അച്ചുകൊച്ചിനും എനിക്കും കൂടിയുള്ള ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ കിച്ചണിലേക്ക് പോകുന്നത്. ചൂടാ മോനെ, അത്രയും ചൂട് നീ കുടിക്കുവോ? ഒരു സമാധാനം ഇല്ലല്ലോ കൊച്ചിന്. വേണ്ട ഇച്ചിരി ബഹളമാണോ? പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നും തയ്യാറാക്കിയില്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഒരു പൊറോട്ട പോലെ ഇരിക്കും, പക്ഷെ ഗീയാണ് ചേർക്കുന്നത്. അധികം ഒന്നും ചേർക്കേണ്ട, എണ്ണ ഓയിൽ ഒന്നും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ഉണ്ട്. അതും പിന്നെ നമ്മുടെ കൊറിയർ പാക്കിംഗ് ഒക്കെ ആയിട്ട് ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ എഡിറ്റ് ചെയ്തിടാം കേട്ടോ.
ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് 2 ദിവസം മുമ്പ്. അത് കണ്ടു നോക്കൂ. ഇല്ലെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ എല്ലാ പ്രൊഡക്റ്റുകളും കണ്ടു കേട്ട് പോകാം. അപ്പൊ ശരി കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ വീണ്ടും സന്തോഷത്തോടെ കണ്ടുകൂട്ടാം. അതിൽ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ.